ഇത് മിക്കുവിന്റെ വീഡിയോ അല്ലാത്തതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുതേ. പറ്റുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നലെ വൈകിട്ട് കുണ്ടറ LMS ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള KIP റോഡിൽ വെച്ചിട്ട് കുറെ പട്ടികൾ ഇവനെ ആക്രമിക്കാൻ ചെല്ലുന്ന സമയത്താണ് നമ്മൾ ഇവനെ കാണുന്നത്. പട്ടികളെയൊക്കെ നമ്മൾ അപ്പം തന്നെ ഓടിച്ചു വിട്ടു. പക്ഷെ എന്നിട്ടും ആള് പേടി കാരണമായിരിക്കാം നമ്മുടെ അടുത്തേക്ക് ആദ്യം വന്നില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ആള് തന്നെ ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. എന്തോ ഒരു ഭാഗ്യത്തിന് പട്ടികളൊന്നും ആളിനെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആള് നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 3-4 ദിവസമായും തോന്നുന്നു ആള് ഫുഡ് കഴിച്ചിട്ട്. ഈ ഒരു കാണുന്ന ഹെയർ മാത്രമേ ദേഹത്തുള്ളൂ. തൊട്ട് നോക്കുമ്പോൾ ഫുള്ള് എല്ലാണ്. കഷ്ടിച്ചൊരു 1 കിലോ പോലും കാണുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ആളിന്റെ ദേഹത്തുനിന്ന് നല്ലപോലെ ഹെയറൊക്കെ പോയിട്ടുണ്ട്. അത് തന്നെയല്ല, നല്ല രീതിയിൽ ആളുടെ ദേഹത്ത് ചെള്ളുമുണ്ട്. ഇതിനെ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ അതോ വീട് വിട്ട് തന്നെ ഇറങ്ങി പോയതാണോ എന്നറിയില്ല. നമ്മൾ എന്തായാലും അപ്പോൾ തന്നെ ഇവനെ കുണ്ടറയിലുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുഡും കൊടുത്തു. അതുപോലെ തന്നെ ഇവന്റെ ഹെയർ എല്ലാം ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൾക്ക് നല്ലപോലെ ലൂസ് മോഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയില്ല. ഇവൻ വീട് വിട്ട് ഇറങ്ങി പോയതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ തിരിച്ചു തരുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ഉപേക്ഷിച്ചതാണെങ്കിൽ നിങ്ങളോടൊന്നും പറയാനില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ഇവനെ കെയർ ചെയ്യുന്നതായിരിക്കും. ആളിപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, മരുന്നും കൊടുക്കുന്നുണ്ട്. മരുന്നൊക്കെ കഴിക്കാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെ നിങ്ങൾ വീട്ടിൽ വളർത്തിയിട്ട് ഉപേക്ഷിച്ചതാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇവൻ എന്തായാലും പുറത്തു പോയി തന്നെ ഭക്ഷണം കണ്ടെത്താനോ സർവൈവ് ചെയ്യാനോ പറ്റില്ല. ഒരു ജീവിയെ ആണെങ്കിലും മനുഷ്യനെ ആണെങ്കിലും അതിന്റെ രോഗാവസ്ഥയിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരത നിറഞ്ഞൊരു കാര്യവും കൂടിയാണ്. സോ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ജീവികളെയും നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക.